ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് സമദ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അപ്പുക്കുഞ്ഞ് തുടങ്ങിയ ആളുകൾ അടക്കം ഇങ്ങനെ പത്രപ്രവർത്തകരെ കാണാനുണ്ടാകുന്ന സാഹചര്യം കഴിഞ്ഞ വർഷം കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ 6-ാം തീയതി മാവൂർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ചാത്തമംഗലം പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരനും മാവൂരിലെ ഒരു കച്ചവടക്കാരനുമായിട്ടുള്ള വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ പേരിൽ മാവൂർ പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം സംഘർഷം ഉണ്ടായിരുന്നു. സംഘർഷം എന്ന് പറയുന്നത് പരാതിക്കാരിയുടെ പരാതി പോലീസ് ഗൗരവമായി കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഉന്നതരായ CPM നേതാക്കൾ അടക്കം 100ഓളം ആളുകൾ കൂടിയിരുന്ന് പോലീസുമായി വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ നടത്തുകയും പിന്നീട് അവിടെ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്ത സംഭവം പത്രക്കാരൊക്കെ കണ്ടതാണ്. സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താറുണ്ട്. ആ മാർച്ചൊക്കെ പോലീസ് സ്റ്റേഷന്റെ 100 വാര എങ്കിലും അകലെ നിർത്തിക്കൊണ്ട് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും എന്നിട്ട് അവിടുന്ന് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യാനുള്ളത്. അങ്ങനെ പിരിഞ്ഞു പോയാൽ പോലും അതിൽപ്പെട്ട പല ആളുകളുടെയും പേരിൽ പോലീസ് കേസെടുക്കും. ഞങ്ങളൊക്കെ പേരിൽ അങ്ങനെ കുന്നമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്, മാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാവൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറത്തുള്ള കൃഷിഭവന്റെ അടുത്ത് തടഞ്ഞു നിർത്തിയിട്ടാണ് നമ്മൾക്ക് എതിരെ കേസെടുക്കാറുള്ളത്. ജനകീയ വിഷയങ്ങളിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന പരിപാടി പോലീസിന്റെ സ്റ്റേഷന്റെ ഗേറ്റിനോ മറ്റ് യാതൊരു കാര്യത്തിനോ തടസ്സമില്ലാത്ത രീതിയിലുള്ള സമരങ്ങൾക്ക് അതൊക്കെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുകയും കേസ് നടത്തുകയും ഫൈൻ അടക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ്. ഇവിടെ പോലീസ് സ്റ്റേഷന്റെ സ്റ്റെപ്പ് എൻട്രൻസ് അവിടെ കുത്തിയിരുന്നുകൊണ്ട് 2 മണിക്കൂറോളം സമരം നടത്തിയ ആ സംഭവത്തിന്റെ പേരിൽ ഒരാൾക്കെതിരെ പോലും മാവൂർ പോലീസ് കേസെടുത്തിട്ടില്ല. മാവൂർ പോലീസ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായതാണ്. ഇത് പത്രങ്ങളിലൊക്കെ ഈ വാർത്ത ഫോട്ടോ സഹിതം വന്നതാണ്. അത് കൊടുത്ത ആളുകളും നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ശബരിമല സ്വർണ്ണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി വാസവനെതിരെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി, സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നിയോജകമണ്ഡലം പ്രസിഡന്റ് അസീസിന്റെയും അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് സമതിന്റെയും നേതൃത്വത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ അവസാനം മാവൂർ അങ്ങാടിയിൽ വെച്ച് മന്ത്രിയുടെ കോലം കത്തിച്ചു. ഇത് നടന്നൊരു സംഭവം നിഷേധിക്കുന്നില്ല. അതിന്റെ പേരിൽ 4 ആളുകൾക്കെതിരെ മാവൂർ പോലീസ് കേസെടുത്തു. മാവൂർ അങ്ങാടിയിൽ മന്ത്രി വാസവന്റെ കോലം കത്തിച്ചവർക്കെതിരെ 4 ആൾക്കെതിരെ കേസെടുക്കുന്നു. മാവൂർ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം സ്തംഭിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെയും നേതൃത്വത്തിൽ, ചാത്തമംഗലത്തെ നേതാക്കളുടെയും നേതൃത്വത്തിൽ സ്റ്റേഷന്റെ മുമ്പിൽ സമരം നടത്തിയ ആളുകൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള കേസും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പൊതുജന അഭിപ്രായം സ്വരൂപിക്കാനും ആണ് ഇവിടെ ഞങ്ങൾ ഈ വേദി ഉപയോഗിക്കുന്നത്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, കോൺഗ്രസ് കൂടി ഏറ്റെടുക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ആവശ്യം ന്യായമായ വിഷയത്തിൽ ഒരു പ്രതിഷേധം നടത്തിയ ലക്ഷക്കണക്കിന് കോടാനുകോടി വിശ്വാസികളുടെ ഏറ്റവും വലിയ പുണ്യ കേന്ദ്രമായ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച ആളുകൾക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആൾക്കെതിരെ കേസ് പിൻവലിക്കണം. അതോടൊപ്പം പോലീസ് സ്റ്റേഷൻ അത് നമുക്ക് എല്ലാ ആളുകൾക്കും കയറി ചെല്ലാനുള്ള ഒരു ഇടാണ്. അവിടെ സമരത്തിന്റെ സ്ഥലമല്ല. അവിടെ ചിലപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കും നമ്മൾ, എന്നാൽ പോലും അതിനൊക്കെ പരിധിയുണ്ട്. ഇവിടെ അതല്ല, ഭരണമുള്ളതിന്റെ ഒറ്റ അഹങ്കാരത്തിൽ മാവൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ തെറി വിളിക്കുകയായിരുന്നു. അവിടെ വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ തെറി വിളിക്കുകയായിരുന്നു. പിന്നെ സബ് ഇൻസ്പെക്ടറെ അടക്കം SHO അടക്കം തെറി വിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധം, അഴിമതിക്കാരെന്ന് ആക്ഷേപിച്ചുകൊണ്ട്, പൈതൃ കശിയിൽ നിന്ന് പണം വാങ്ങിയെന്ന് ആക്ഷേപിച്ചുകൊണ്ട് അവിടെ ഒരു സമരം നടത്തിയ മാവൂർ പോലീസിനെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ഒരു സമരം. ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസെടുക്കരുത് എന്ന് മുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയെന്നാണ് പോലീസുകാർ പറയുന്നത്. ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, മുകളിൽ നിന്ന് നിർദ്ദേശം. ആരാണ് മുകളിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുന്ന ആളുകൾ? പോലീസിനെ അപമാനിച്ച, സംവിധാനത്തെ ധിക്കരിച്ച ഈ സംഭവത്തിനെതിരെ കേസെടുത്ത് ശക്തമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പോലീസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നിവരെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് ഇവിടെ ഏത് രാഷ്ട്രീയ പത്രികകളുണ്ട് പ്രതിപക്ഷ സംഘടനകൾ എപ്പോഴും
സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം കാണുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന സംഘടനകളാണ് യുവജന സംഘടനകൾ. അവർ നടത്തുന്ന പ്രതിഷേധങ്ങളൊക്കെ ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ കാണുന്നതാണ്. യൂത്ത് കോൺഗ്രസും എന്ത് സമരം ചെയ്താലും അതിനെതിരെ കേസെടുക്കുക. നിങ്ങളിപ്പോൾ കണ്ടതില്ലേ, ഷാഫി പറഞ്ഞ MP പോലും ഒരു ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിലാണ് MP മുഖത്ത് ലാത്തിക്കൊണ്ടടിക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിലുണ്ടായി. ഇത്തരം ഈ ഒരു ഭരണവിലാസ സംഘടനക്ക് അവർക്ക് CPM എന്താണോ വേണ്ടത്, ഇവിടുത്തെ പ്രതിഷേധിക്കുന്നവരെ വായ അടപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ അഴിമതികളും ചെയ്ത് ഈ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു കേരളമാക്കി മാറ്റി പ്രതിഷേധിക്കുന്നവരുടെ പേരിലൊക്കെ കേസെടുത്ത് ജയിലടയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് മാവൂരിലേക്കും അതേ സംവിധാനം കേരള പോലീസിന്റെ ഇപ്പൊ നേരത്തെ റസാഖ പറഞ്ഞതുപോലെ മുകളിൽ നിന്നും കൊടുക്കുന്ന ഉത്തരവനുസരിച്ച് CPM നേതാക്കന്മാർ താഴേക്കിടയിലേക്ക് നിർദ്ദേശം കൊടുത്ത് ഇത്തരത്തിലുള്ള സംവിധാനം ഈ പ്രതിഷേധിക്കുന്നവർ ഇനി റോഡിൽ ഇറങ്ങരുത്, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകരുത് എന്നുള്ള സമീപനത്തോട് കൂടിയിട്ടാണ് പോലീസ് പ്രതിഷേധിക്കുന്നവർക്കെതിരെയൊക്കെ കേസെടുത്തുകൊണ്ട് വായടപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടാൽ കേസാണ്, പ്രതിഷേധം പറഞ്ഞാൽ കേസാണ്. ആ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിനെതിരെയൊക്കെ യൂത്ത് കോൺഗ്രസ് ശക്തമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ കേസെടുത്തത് കൊണ്ടോ ജയിലിലടച്ചത് കൊണ്ടോ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കേരള പോലീസിനോ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ കേരള ഗവൺമെന്റിനോ സാധിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിനോട് പറയാനുള്ളത്. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പൊതുവെ അങ്ങനെ സ്റ്റേഷനിൽ പെർമിഷൻ നടത്താറില്ല. പൊതുയോഗങ്ങൾക്കല്ലേ, പൊതുയോഗങ്ങളൊക്കെ ആണോ നടത്തല്? പെർമിഷൻ റാലിക്ക് മാത്രമേ പെർമിഷൻ ആവശ്യമുള്ളൂ. അന്ന് സ്റ്റേറ്റിൽ മുഴുവൻ പ്രതിഷേധമുണ്ട്. അത് സ്പെഷ്യൽ ബ്രാഞ്ചിന് അറിയുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് പറയാനുള്ളത് എടുത്തോട്ടെ. എന്തുകൊണ്ട് ഇത് പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ചതിനെതിരെ കേസ് എടുക്കുന്നില്ല? സ്വാഭാവികമായിട്ട് എടുക്കല് ഇത് തന്നെയാണ്. പിന്നെ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നോ ഗതാഗതം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ സാറിന് എടുക്കല്. അനുമതിയില്ലാതെ സംഘം ചേർന്ന് രണ്ട് രീതിയാണ്. അവർക്കെതിരെ പോലീസ് സ്റ്റേഷൻ സ്തംഭിച്ച അവർക്കെതിരെ ഒരു നടപടിയും അവരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ട് അവരെ ഗേറ്റിന്റെ മുന്നിൽ ഗേറ്റിൽ അടച്ച് ഉപരോധിച്ച സ്റ്റേഷനാണ് ഉപരോധിച്ചത്. അവർക്കെതിരെ ഒരു നടപടി, ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ആ ജാമ്യമില്ലാത്ത കേസാണ്. ചിലപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഖിഫിൽ ഇപ്പൊ ജയിലിലുള്ളത്. സ്റ്റേഷനിൽ കാണാൻ പോയതാ അറസ്റ്റ് ചെയ്ത പ്രതികളെ, ഉപരോധിച്ചതല്ല. അവിടെ അത് ചോദിച്ചതിന് പോലീസുകാർ ഒത്തി തള്ളിയിട്ട് പോലീസുകാർ തന്നെ അവരെതിരെ പിന്നെ ജാമ്യമില്ലാ കേസെടുത്ത് ജയിലിലാണുള്ളത്. ഇതേ സാഹചര്യം മാവൂരിലുണ്ട്. പോലീസുകാരെ ഭീഷണിപ്പെടുത്തി ആ സ്റ്റേഷൻ ഉപരോധിച്ച ആ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഒരു നടപടിയും അവിടെ പങ്കെടുത്ത 100ഓളം വരുന്ന CPM പ്രവർത്തകർക്കെതിരെ ഒരു കേസും എടുത്തിട്ടുണ്ട്. രണ്ടാം തവണയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം നടത്തിയിട്ട് മാവൂർ പോലീസുകാരെ കേസെടുത്തത്. എല്ലാവർക്കും ഒരു നീതിയാണെങ്കിൽ രണ്ട് നീതി പാടില്ലല്ലോ. നടത്തിയിട്ടുണ്ട്, അവർക്കെതിരെ എടുത്തിട്ടില്ല. യൂത്ത് കോൺഗ്രസിനെതിരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇടക്കുള്ള ആളുകൾക്ക് പരാതി കൊടുക്കും. അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകളെ വിളിച്ച് നമ്മളെ വിവരം നമ്മൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ആരാണ് ഇവർക്ക് നിർദ്ദേശം കൊടുത്തതെന്ന് പിന്നെ മാവൂർ പോലീസ് പറയുന്നില്ല. മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണെന്നാണ് അറിയാൻ പറ്റിയത്.